കേന്ദ്ര വനമന്ത്രിയുടെ കേരള സന്ദർശനം പ്രഹസനമാകരുത് എന്ന് സംസ്ഥാന വനമന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കുകയാണ്. പ്രായോഗികമായ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാനുള്ള മനോഭാവത്തോടെ ആയിരിക്കണം അദ്ദേഹത്തിന്റെ സന്ദർശനമെന്നാണ് വനമന്ത്രി പറയുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളാണ് കേന്ദ്രമന്ത്രി പാർലമെന്റിൽ നടത്തിയത് എന്ന് AK ശശീന്ദ്രൻ 24-നോട് പ്രതികരിച്ചു. ആദ്യം നമ്മൾ ആ പ്രതികരണം കാണാം, അതിനുശേഷം വിനീത VG വിശദാംശങ്ങൾ നൽകും. അദ്ദേഹത്തിന്റെ നിലപാടിൽ മാറ്റമില്ല, പിന്നെ ഇതിനെ അദ്ദേഹം സന്ദർശിക്കുന്നു. അവിടുത്തെ പ്രശ്നങ്ങളിൽ പരിഹരിക്കാനായി നമ്മൾ സംസ്ഥാനം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിലോട് ഒരു അനുകൂല നിലപാടും ഇല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് കൊണ്ട് തന്നെ അങ്ങോട്ട് വരുന്നത് സന്ദർശനം പ്രഹസനമാകാൻ പാടില്ല. അദ്ദേഹത്തോട് കേന്ദ്ര ഗവൺമെൻറ് അഭ്യർത്ഥിക്കേണ്ട സന്ദർശനം പ്രഹസനമാകരുത്, പ്രായോഗികമായ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നത് ഒരു മനോഭാവത്തോടു കൂടിയായിരിക്കണം അദ്ദേഹം കേരളം സന്ദർശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാട് പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. എന്തൊക്കെയാണ് വിവരങ്ങൾ? സംസ്ഥാന വനമന്ത്രി എന്തൊക്കെ കാര്യങ്ങൾ ഇക്കാര്യത്തിൽ പറഞ്ഞു? ഏത് തരത്തിലുള്ള ഇടപെടൽ ഈ വിഷയങ്ങളിൽ കേരളത്തിൽ ഉണ്ടാകണമെന്നാണ് AK ശശീന്ദ്രൻ ആവശ്യപ്പെടുന്നത്? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ നേരത്തെ തന്നെ ഈ വനം മന്ത്രി AK ശശീന്ദ്രൻ ഡൽഹിയിലേക്ക് എത്തുകയും കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നൊരു 6-7 തവണ അദ്ദേഹം തന്നോട് തന്നെ പറഞ്ഞിരുന്നു താൻ കേരളം സന്ദർശിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെയും ആ സന്ദർശനം ഉണ്ടായില്ല. ഇപ്പോഴും അദ്ദേഹം പറയുന്നത് ഈ പഴയ വാക്കിന്റെ ആവർത്തനമായി പോകുമോ എന്നൊരു ആശങ്ക തനിക്കുണ്ടെന്നാണ് വനം മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, എന്താണെങ്കിലും അദ്ദേഹം കേരളത്തിൽ വരുമെന്ന് പറഞ്ഞത് ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ സന്ദർശനം ഒരിക്കലും ഒരു പ്രഹസനമാകരുതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കേരളത്തിന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അത് പരിഹരിക്കാനുള്ള ഒരു മനോഭാവത്തോടു കൂടി, ഒരു പ്രായോഗിക മനോഭാവത്തോടു കൂടിയായിരിക്കണം അദ്ദേഹത്തിന്റെ സന്ദർശനമെന്നും AK ശശീന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിനോടകം നിരവധി ആവശ്യങ്ങൾ കേരളം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ആവശ്യങ്ങളിലൊന്നും തന്നെ ഇനിയും ഒരു ഫലമുണ്ടായിട്ടില്ല. ഈ കുരങ്ങന്മാരെയും കാട്ടുപന്നികളെയും ഒക്കെ തന്നെ നിലവിലുള്ള വിഭാഗത്തിൽ നിന്ന് മാറ്റി മറ്റൊരു വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തണമെന്നൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കാര്യങ്ങളിലൊന്നും തന്നെ ഇതുവരെയും ഒരു നടപടികളും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ പാർലമെന്റിൽ കേന്ദ്രമന്ത്രി ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് സംസാരിക്കുന്നതെന്നും പറയുന്നുണ്ട്. അപ്പോഴും തന്റെ നിലപാടുകളിൽ മാറ്റം ഉണ്ടാകില്ല എന്നാണ് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് പറയുന്നത്. അങ്ങനെ ഈ നിലപാടുകളിൽ മാറ്റമില്ല എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ കേരള സന്ദർശനം എന്നതുകൊണ്ട് അദ്ദേഹം അർത്ഥമാക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്.